മരണം മണക്കുന്ന ഒരു തൂക്കുപാലത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ വെണ്ണക്കാട് പ്രദേശത്താണ് മനോഹരമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട തൂക്കുപാലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. വളരെ അപകടകരാവസ്ഥയിലാണ് ഇപ്പോൾ ഈ പാലം നിലനിൽക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പാകെ ഒരുപാട് മുന്നറിയിപ്പുകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടെങ്കിലും വലിയ പ്രയോജനങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല. പാലത്തിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. തുരുമ്പെടുത്തിട്ട് മുറിഞ്ഞ് വീഴാൻ പാകത്തിൽ ദ്രവിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിലവിലെ അവസ്ഥകൾ. ഒരുപാട് ആളുകൾ നിത്യേന എന്നോണം കയറി ഇറങ്ങുകയും ചിത്രങ്ങളെടുക്കുകയും പ്രകൃതി കാണുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു പാലമാണ് വെണ്ണക്കാട് തൂക്കുപാലം എന്ന് പറയുന്നത്. കേരളപ്പിറവിയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് നിർമ്മിക്കപ്പെട്ട സ്മാരകമാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക താൽപ്പര്യപൂർവ്വം അന്നത്തെ MP ആയിരുന്ന MP വീരേന്ദ്രകുമാർ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചുകൊണ്ടാണ് പാലത്തിൻ്റെ പണി പൂർത്തിയാക്കിയത്. ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന തൂക്കുപാലങ്ങളിൽ ഒന്നാണ് വെണ്ണക്കാട് തൂക്കുപാലം. 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കപ്പെട്ട ഈ പാലം 2006 ഡിസംബർ 10-നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ 2005 ഓഗസ്റ്റ് മാസം 13-ാം തീയതി ശിലാസ്ഥാപനം നിർവഹിച്ചു. അതിനുശേഷം വളരെ വേഗത്തിലാണ് നിർമ്മാണ പ്രവൃത്തികളൊക്കെ ആരംഭിച്ചത് എന്നതിനാൽ വലിയ പ്രതീക്ഷ നാടിനും പരിസരവാസികൾക്കും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് പറയാൻ നാഷണൽ ഹൈവേനോട് ചേർന്ന് നിലനിൽക്കുന്ന പാലം എന്നതിനാൽ മനോഹരമായിരിക്കുന്ന കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. വെണ്ണക്കാട് മലയുടെ ഉയർന്ന ഭാഗം, തായ്വാരങ്ങൾ, നാഷണൽ ഹൈവേ, എതിർഭാഗത്തുള്ള മറ്റ് പഞ്ചായത്ത്, മടവൂർ പഞ്ചായത്ത്, അങ്ങനെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മധ്യ സ്ഥാനത്താണ് പാലം നിർമ്മിക്കപ്പെട്ടത്. ഇന്ന് അവസ്ഥ കാര്യങ്ങൾ വളരെ ദയനീയമാണ്. പാലത്തിൻ്റെ പരമാവധി ഭാഗങ്ങളിലെല്ലാം തുരുമ്പെടുത്ത് നശിച്ചിരിക്കുന്ന രീതിയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ സുരക്ഷയ്ക്കായി കൈവരി വെച്ചിരിക്കുന്നതൊക്കെ തകർന്നിരിക്കുന്നു. അപ്പോൾ അശ്രദ്ധയോടു കൂടിയാണ് ഒരാൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പുഴയിലേക്ക് വീഴാൻ പോലും സാധ്യമാവുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. കയറുകളും ചൂടുകളൊക്കെ കെട്ടിയതൊക്കെ ആളുകൾ, നാട്ടുകാർ അപകടമില്ലാതിരിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നതാണ്. അധികാരികൾ ഈ പ്രദേശത്തിലൂടെ എല്ലാ സമയങ്ങളിലും പാഞ്ഞു പോകുന്നവരാണ്. അവർക്കത് അറിയാവുന്നതുമാണ്. പക്ഷേ എന്തില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. MP വീരേന്ദ്രകുമാർ MP പ്രത്യേക താൽപ്പര്യമെടുത്ത് നിർമ്മിക്കപ്പെട്ട പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് ഈ പണം വരുത്തിയിട്ട് നിർമ്മിക്കപ്പെട്ടത്. ഇന്നത്തെ അവസ്ഥ ഈ കാണുന്നത് എല്ലാ ഭാഗങ്ങളിലും ഇതിന് സുരക്ഷ നൽകേണ്ട തൂണായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗങ്ങളാണ് തുരുമ്പിച്ച് നശിച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കേരളപ്പിറവിയുടെ 50-ാം വാർഷികത്തിന് നിർമ്മിക്കപ്പെട്ടു എന്നതിനാൽ തന്നെ സംസ്ഥാന സർക്കാരിനും ഇതിന് പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ പുഴയിലേക്ക് ആളുകൾ വീഴാൻ പോലും സാധ്യതയുള്ള തരത്തിലാണ് ഭാഗങ്ങളുടെ സുരക്ഷാ ഭാഗങ്ങളൊക്കെ തകർന്നു പോയിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് നിത്യേന ഈ പാലം സന്ദർശിക്കാനും നാഷണൽ ഹൈവേയിലൂടെ പോകുന്ന സമയത്ത് ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി പാലത്തിലെത്തുന്നത്. സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അധികാരികൾ വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം കാരണം ഇത് സൂക്ഷിക്കണം എന്ന തരത്തിൽ ബോർഡുകളെല്ലാം പുറത്ത് എഴുതി വെച്ചതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അത്തരം ഒരു കാഴ്ചകളൊന്നും യഥാർത്ഥത്തിൽ ഈ തൂക്കുപാലമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാൻ പാടില്ല. ജില്ലയിൽ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന തൂക്കുപാലം എന്ന നിലക്ക് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് പഞ്ചായത്ത് മുതൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മുതൽ MP വരെ നീണ്ടു നിൽക്കുന്ന ഭരണസമിതിയുടെ, കേരള സർക്കാർ അടക്കമുള്ള ഭരണസമിതിയുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. ടൂറിസം മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായിരിക്കുന്ന സംവിധാനം ഉണ്ടാക്കുമെന്ന് അന്ന്
ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ 2006 MP തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം വീരേന്ദ്രകുമാർ, അദ്ദേഹമാണ് കോഴിക്കോട് MP ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞതാണ്, വലിയ മുന്നേറ്റം ഈ പാലുമായിട്ട് ബന്ധപ്പെട്ട് പ്രദേശത്തിനും നാടിനും ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും MP എന്ന നിലക്ക് താനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്യും എന്ന് പറഞ്ഞു വെച്ചു. അത് 2006 നമ്മൾ ഏകദേശം 20 വർഷത്തിലെത്തിയിരിക്കുന്നു. എന്നിട്ടും മാറ്റമില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ വേണ്ട രീതിയിലുള്ളൊരു സുരക്ഷ ഒരുക്കാൻ പോലും അധികാരികൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. കൈവരികളൊക്കെ തകർന്നിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കാല് തെറ്റിയാൽ വലിയ താഴ്ചയിലേക്ക് വീണ് വലിയ അപകടം ഒഴിവാക്കാനും നിയന്ത്രിക്കാനും വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നാട്ടുകാർ ഫ്ലെക്സുകൾ വെച്ചത്. ഇപ്പോൾ വികസന ഫണ്ടിൽ നിന്ന് പണം ചെലവായിരിക്കുന്ന മറ്റൊരു ഫ്ലെക്സും കൂടി അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു പെയിൻ്റ് അടിച്ചുകൊണ്ട് തീർക്കാവുന്ന വിഷയമല്ല. ഇത് ഓരോരോ ഭാഗങ്ങളും തകർന്നിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഇരുമ്പുകളെല്ലാം ഇളക്കി മാറ്റിയിട്ട് പുതിയ സൃഷ്ടിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തൽ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. സമാനമായിരിക്കുന്ന ഒരു തൂക്കുപാലമുള്ളത് കക്കയം ഡാമിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ കക്കയം ഡാമിനോടുള്ള തൂക്കുപാലത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ആ തൂക്കുപാലം ഈ പറയുന്ന പോലെ വേണ്ടത്ര ശ്രദ്ധിക്കാത്തതിനാൽ തകർന്ന് വീണ് തൂങ്ങിക്കിടക്കുന്ന രീതിയാണ്. വലിയ സാമ്പത്തിക മുതൽക്കൂട്ടുണ്ടാക്കിയിട്ടാണ് കക്കയം ഡാമിൽ തൂക്കുപാലം ഉണ്ടാക്കിയത്. ഇന്ന് അതിലൂടെ ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത വിധം അധികാരികൾ അശ്രദ്ധ കാണിച്ചതുകൊണ്ട് അവിടെ തകർന്നിരിക്കുകയാണ്. സമാന സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ വെണ്ണക്കാട് തൂക്കുപാലം എത്താൻ ഇനി ഒരുപാട് നാളുകൾ വേണ്ട എന്നുള്ളത് ഈ ചിത്രം നോക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെ സംരക്ഷിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ വരെ വലിയ മുതൽക്കോട്ടുണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അടിഭാഗത്ത് വലിയ നീണ്ടു കിടക്കുന്ന പൂനൂർ പുഴയാണ്. ഇവിടെ ബോട്ട് സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ പ്രാദേശിക ക്ലബ്ബുകൾ അധികാരികൾക്ക് നിവേദനങ്ങൾ ആ കാലത്ത് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭിത്തി കെട്ടിക്കൊണ്ട് വെള്ളം സംരക്ഷിച്ചുകൊണ്ട് ഒരു തോണി സർവീസ് അല്ലെങ്കിൽ ബോട്ട് സർവീസ് ഒക്കെ ടൂറിസം മേഖലത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ അനുയോജ്യമായിരിക്കുന്ന ഭൂപ്രദേശമുള്ള ഏരിയയും ഗ്രാമവുമാണ് വെണ്ണക്കാട് എന്ന് പറയുന്നത്. എന്നാൽ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിർമ്മിക്കപ്പെട്ട പാലത്തിൻ്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ പോലും യഥാർത്ഥത്തിൽ ഒരു ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ്. പരാതികൾ നൽകാത്തത് കൊണ്ടോ നിവേദനം കിട്ടാത്തത് കൊണ്ടോ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല, അത്ര മതി എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മാത്രമല്ല, നമ്മുടെ ചില വികസനങ്ങളൊക്കെ അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവുന്ന സമയത്ത് മാത്രമാണ് അതിലേക്ക് അധികാരികൾ ശ്രദ്ധിക്കപ്പെടാറുള്ളത്. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ സാധാരണഗതിയിൽ നമ്മുടെ മേഖല ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഒരു അപകടം വരണം എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതിന് ശ്രമം നടത്തൂ എന്ന് പറയുന്നതിന് തുല്യമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഏകദേശം 20 വർഷം പഴക്കമുള്ള ഈ പാലത്തിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വഴി നിർബന്ധമായിട്ട് ലഭിക്കേണ്ടതാണ്. ഇതൊരു പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ സാമ്പത്തിക ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പെയിൻ്റ് അടിച്ച് സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനം മാത്രമേ യഥാർത്ഥത്തിൽ പഞ്ചായത്തിന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പകരം അത് സർക്കാർ ഏറ്റെടുക്കുക, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുക, സാമ്പത്തികപരമായ രീതിയിൽ വലിയ ഉയർച്ച ഉണ്ടാക്കാനും നാടിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഗുണപരമായിരിക്കുന്ന ഒരുപാട് ടൂറിസം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ഈ മേഖലയിൽ സാധിക്കുമെന്ന് ഉറപ്പാണ്. ഇതിന് മുൻപ് ഒരു പഠനം നടത്തി, ആ പഠനം നടത്തിയോടനുബന്ധിച്ച് തന്നെ ഈ വെണ്ണക്കാട് പുഴയോട് ചേർന്നിട്ട് അവിടെ ബണ്ടുണ്ട്, ബണ്ട് കെട്ടി ഉയർത്തി വെള്ളത്തിനെ ഉയർത്തുന്ന നിലയിലാക്കിയതിന് ശേഷം അവിടെ ബോട്ട് സർവീസ് ആരംഭിക്കുക. അത് കൊടുവള്ളി പാലത്തിൻ്റെ ഭാഗം വരെ അല്ലെങ്കിൽ കൊടുവള്ളി ടൗൺ വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ സർവീസ് കാര്യങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പഠനം ഇതിനു മുമ്പ് നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ക്ലബ്ബുകളൊക്കെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. വേണ്ട രീതിയിൽ പരിഗണിക്കാം എന്ന് പറയുന്ന സാധാരണ ഒരു പറച്ചിലിനോയി അപ്പുറം നീക്കുപോക്കുകളൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല. ഏത് സമയത്തും ഒരു പരാതി നൽകുകയാണെങ്കിലും ഓക്കെ നോക്കാം, പരിഗണിക്കാം, അതൊരു പഴഞ്ചൻ രീതിയായിട്ട് അങ്ങനെ നിലനിൽക്കുന്നു എന്ന് മാത്രം.
ഇപ്പോഴത്തെ അവസ്ഥ അപകടാവസ്ഥ പരിഹരിക്കണം. ഇവിടെ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് കുട്ടികൾ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സംരക്ഷണ രീതി ഒരുക്കുന്ന രീതിയാണ് ഇപ്പോൾ നാട്ടുകാർ ചെയ്യുന്നത്. അപ്പോൾ മനോഹരമാണ് ഈ പാലത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ. പുറത്തുനിന്ന് നോക്കുന്ന സമയത്തും ചിത്രങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾക്കത് ആസ്വദിക്കാനും അനുഭവിക്കാനും വേണ്ടി സാധിക്കും.